വാർത്തകൾ തുടരുന്നു. പൊറ്റശ്ശേരി സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ ടെൽ ശാസ്ത്രവണ്ടി പ്രയാണം ആരംഭിച്ചു. പൊറ്റശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടെൽ ശാസ്ത്രവണ്ടി പ്രയാണം ആരംഭിച്ചു. രസകരമായ ശാസ്ത്ര പരീക്ഷണങ്ങൾ പ്രദർശിപ്പിക്കുവാനും ചെയ്യുവാനും അവസരമൊരുക്കുന്നതുമായി പൊറ്റശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ശാസ്ത്രവണ്ടിയുടെ ഈ അധ്യയന വർഷത്തെ ആദ്യ ക്ലാസ് മണ്ണാർക്കാട് GMUP സ്കൂളിൽ നടന്നു. പരിശീലനം ലഭിച്ച 20ഓളം വിദ്യാർത്ഥികളാണ് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത്. കുട്ടികൾ തന്നെ കുട്ടികളോട് ശാസ്ത്രം പങ്കുവയ്ക്കുന്ന ഈ പരിപാടി 2 വർഷങ്ങളായി നിരവധി സ്കൂളുകളിൽ നടത്തിവരുന്നു. മണ്ണാർക്കാട് AEO C അബൂബക്കർ രാസദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. പല വണ്ടികളും വരാറുണ്ടല്ലേ, എന്തൊക്കെയാണ് പുസ്തക വണ്ടി വരാറുണ്ട് അല്ലേ, കോഴിമുട്ടേന്റെ വണ്ടി വരാറില്ലേ, എന്തെങ്കിലും കോഴിമുട്ടേന്റെ വണ്ടി വരാറില്ലേ, പാല് വണ്ടി വരാറില്ലേ, അരിവണ്ടി വരാറില്ലേ, യൂണിഫോം വണ്ടി വരാറില്ലേ, അങ്ങനെ കുറെ വണ്ടികൾ വരും. പക്ഷെ ആ വണ്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു സ്കൂൾ നമ്മുടെ സ്കൂളിലേക്ക് ശാസ്ത്ര വണ്ടിയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്ത് പറഞ്ഞതുപോലെ എല്ലാ ചടങ്ങിന്റെയും ഉദ്ഘാടനം ദീപം കൊളുത്തി നിർവഹിക്കാറുണ്ട്. പക്ഷെ ഇവിടെ കൊളുത്തിയ ദീപം വ്യത്യസ്തമായ ഒരു ദീപമാണ്. ഞാൻ ഓർത്തു പോകുന്നത്, ഈ വർഷത്തെ പ്രവേശനോത്സവം ജില്ലയിൽ നടന്നത് പൊറ്റശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ്. അവിടെ വ്യത്യസ്തമായ ഒരു ഉദ്ഘാടന ചടങ്ങ് നടന്നപ്പോൾ സത്യത്തിൽ അത് ഒരു പ്രത്യേക അനുഭവമായിട്ട് മാറി. ജില്ലാ കളക്ടറും അതുപോലെ ബഹുമാനപ്പെട്ട MP-യും അതുപോലെ മറ്റ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരുമിച്ച് കൂടിയ വേദിയിൽ വെച്ച് ഇത് MP ഒരു ചെറിയ തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്തപ്പോൾ അത് പുതിയൊരു അനുഭവമായിട്ട് മാറി. അത് സാധാരണത്തെ ദീപമായിരുന്നില്ല, ശാസ്ത്ര ദീപം കൊളുത്തിക്കൊണ്ടാണ് ഈ വർഷത്തെ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിലുള്ള പ്രവേശനോത്സവം നമ്മുടെ സബ് ജില്ലയിൽ നിർവഹിക്കപ്പെട്ടത്. സബ് ജില്ലയിലല്ല, ജില്ലാതല പരിപാടി നമ്മുടെ സബ് ജില്ലയിൽ വെച്ച് നിർവഹിക്കപ്പെട്ടത്. നമുക്കറിയാം, നമ്മളൊക്കെ പഠിക്കുന്നത് പഴയ നൂറ്റാണ്ടിലല്ല, പുതിയ നൂറ്റാണ്ടിലാണ്. ജൻസിക്കാരാണ് നമ്മളൊക്കെ. ഏതൊരു കാര്യത്തിനും അതിന്റെ കാര്യകാരണം എന്താണെന്ന് അന്വേഷിച്ചു പോകുന്ന ഒരു പുതിയ തലമുറയാണ് ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത്. എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു ആശയം എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട്. നമ്മളെ കുട്ടികളോടൊരു കാര്യം എന്നത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരോട് ചോദിക്കും എന്തുകൊണ്ട്, എന്താണ് അതിന് കാരണം. ഇങ്ങനെ ചോദിക്കുന്ന, തിരിച്ചു ചോദിക്കുന്ന, ശാസ്ത്രീയമായ തെളിവുകൾ തേടുന്ന ഒരു ലോകത്താണ് ഇന്ന് എന്റെ കുഞ്ഞുമക്കൾ ജീവിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ അനുഭവങ്ങൾ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് പല കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുന്നത്. പഴയ ജനത അങ്ങനെയല്ല. മുൻ തലമുറ പറഞ്ഞ കാര്യങ്ങൾ, അധ്യാപകർ പറഞ്ഞ കാര്യങ്ങൾ, മറ്റുള്ളവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അതേപടി വിശ്വസിച്ചിരുന്നു. ഇത് നമ്മൾ അങ്ങനെയല്ല. ഓരോന്നും ശരിയാണോ? അപ്പോൾ ഡോക്ടർ ഗുളിക എഴുതുമ്പോൾ എനിക്കൊരു ഗുളിക എഴുതിയ ഉടനെ ഞാൻ ChatGPT-യിലോ അതല്ലെങ്കിൽ ജെമിനിയിലോ അതോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലെ ഏതെങ്കിലും ഒരു സൈറ്റിലോ കയറിയിട്ട് ഗുളിക എന്തിനുള്ളതാണ് പരിശോധിക്കും. എന്റെ ഡോക്ടർ നമ്മളെ പറ്റിക്കൊന്നുമില്ല. എന്നാൽ പോലും ഞാൻ കുടിക്കുന്ന ഗുളിക എന്തിനുള്ളതാണെന്ന് ഞാനൊന്ന് ശാസ്ത്രീയമായി മനസ്സിലാക്കിയ ശേഷമാണ് പലപ്പോഴും ഞാൻ ആ മരുന്ന് ഉപയോഗിക്കുന്നത്. എന്നതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളൊക്കെ. അവരൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടാണ് പലപ്പോഴും കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ വിദ്യാലയങ്ങളിൽ ഐലാബുകളായിട്ടും മറ്റ് പല ഫണ്ടുകളിൽ നിന്നും നമ്മുടെ സ്കൂളുകളൊക്കെ ഇത്തരത്തിൽ ഒരുപാട് ഉപകരണങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ അധ്യാപകർ നല്ല കഴിവുള്ള, പ്രത്യേകിച്ച് സർക്കാർ സ്കൂൾ അധ്യാപകരൊക്കെ ഒരുപാട് പരിശീലനങ്ങളൊക്കെ കഴിഞ്ഞ് PSC പരീക്ഷകളൊക്കെ കഴിഞ്ഞ് ഒരുപാട് തട്ടിലൂടെ കടന്നു വന്നാണ് സർക്കാർ സ്കൂളിലേക്ക് വരുന്നത്. അപ്പൊ അത്തരം ആളുകൾ തീർച്ചയായിട്ടും സ്കൂളിലുള്ള ലാഭസാധനങ്ങൾ, അത് ഗണിത ലാഭാണെങ്കിലും ശാസ്ത്ര ലാഭാണെങ്കിലും അതിനകത്തുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പഠനം അനുഭവേദ്യമാക്കുന്ന ഒരു നല്ല പ്രക്രിയ നടത്തുന്നു. നമ്മുടെ ഈ പൊറ്റശ്ശേരി സ്കൂളിലൊക്കെ ക്രിയേറ്റീവ് കോർണർ അല്ലെ, ക്രിയേറ്റീവ് കോർണർ അല്ല അവിടെ ഉള്ളത്. ചെല്ലുന്ന ബിൽഡിങ്ങിന്റെ സൈഡിലെ വിദ്യാലയത്തിലല്ലേ ക്രിയേറ്റീവ് കോർണർ അല്ലേ? നമ്മുടെ സബ് ജില്ലയ്ക്ക് വേണ്ടിയാണ് അത്. ഒരു സ്കൂളിന് വേണ്ടിയല്ല, സമീപത്തുള്ള എല്ലാ സ്കൂളുകൾക്കും പോയിട്ട് ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്താൻ ഉതകുന്ന നല്ലൊരു ലാബുള്ള ഒരു വിദ്യാലയമാണ് പൊറ്റശ്ശേരി സ്കൂൾ. അപ്പൊ അവർ എല്ലാ വർഷവും വിദ്യാലയങ്ങളിലൂടെ പോയി കുട്ടികളെ ശാസ്ത്രീയമായ അടിത്തറയും അവബോധവും സൃഷ്ടിക്കുന്ന ഒരു വലിയ പ്രവർത്തനത്തിൽ അവർ ഏർപ്പെടാറുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരു പ്രവർത്തനമാണ് ഈ ഒരു ശാസ്ത്ര വണ്ടിയിലൂടെ നമുക്ക് കൈവന്നിട്ടുള്ളത്. ഇതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, പെട്ടെന്ന് കടലാസിലേക്ക് തീപടർന്നു അല്ലേ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അധ്യാപകരുടെ നിർദ്ദേശത്തോടു കൂടി മാത്രം കൈകാര്യം ചെയ്യുകയും നമ്മൾ ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിൽ ഈ ചുറ്റുപാടിൽ ശാസ്ത്രാവബോധത്തോടു കൂടി, അതോ പുതിയ രോഗങ്ങൾ വരുമ്പോഴാണെങ്കിലും ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഒരു ശാസ്ത്രബോധം നമുക്കുണ്ടെങ്കിൽ അതിനൊക്കെ നേരിടാനുള്ള കരുത്തും ശേഷിയും നമുക്കുണ്ടാകും. അങ്ങനെ ഈ വന്ന ശാസ്ത്ര വണ്ടി നമ്മുടെ പഠനത്തിൽ അതൊരു നല്ലൊരു നാഴികകളിലായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതിനെല്ലാവിധ ഭാവങ്ങൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. അധ്യാപകരായ ആശ, UK ബഷീർ എന്നിവർ സംസാരിച്ചു. +2 സയൻസ് വിദ്യാർത്ഥിനിയായ ലക്ഷ്മിക K ശാസ്ത്രവണ്ടിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ GHSS പൊറ്റശ്ശേരിയിലെ +2 വിദ്യാർത്ഥികളാണ്.
അപ്പോ ശാസ്ത്രവണ്ടി എന്ന് പറയുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങള് GMUP സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ്. എന്താണ് ശാസ്ത്രവണ്ടി എന്ന് ചോദിച്ചാൽ, ശാസ്ത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അത്രേ ഉള്ളൂ ശാസ്ത്രവണ്ടി കൊണ്ട്. കുറെ പേർക്ക് സയൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടാവും. സയൻസ് ഇഷ്ടപ്പെടാത്തവർക്കും നമ്മൾ ഈ ശാസ്ത്രവണ്ടിയിലൂടെ കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ കുറെ എക്സ്പെരിമെന്റ്സ്, പരീക്ഷണങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് GMUP സ്കൂളിലേക്ക് വന്നിട്ടുള്ളത്. ആ എക്സ്പെരിമെന്റ്സിന് പിന്നിലുള്ള ശാസ്ത്രം എന്താണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പൊറ്റശ്ശേരി എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ മണ്ണാർക്കാട് ഉപജില്ലയിൽ തന്നെ ശാസ്ത്രവണ്ടി എന്നുള്ള പരിപാടി പൊറ്റശ്ശേരി സ്കൂളിൽ മാത്രമേ ഉള്ളൂ. അത് വളരെ അഭിമാനമായ ഒരു നിമിഷം തന്നെയാണ്. പൊറ്റശ്ശേരിയിലാണ് പഠിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ബാക്കിയുള്ളവരോട് ഏത് സ്കൂളിലാ എന്ന് ചോദിക്കുമ്പോൾ പൊറ്റശ്ശേരി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക അഭിമാനമാണ് മനസ്സിന്റെ ഉള്ളിൽ വരാറ്. അത്രേ പറയാനുള്ളൂ. ശാസ്ത്രവണ്ടി എന്ന് പറയുന്നത് ശാസ്ത്രം കുട്ടികളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ ഭരണഘടനയിലെ ആമുഖത്തിൽ പറയുന്നത് പോലെ ശാസ്ത്രത്തെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന ആമുഖത്തിൽ പറയുന്നത് പോലെ ഉള്ള റൂള് കൊണ്ടാണ് ഞങ്ങൾ ഈ ശാസ്ത്രവണ്ടി എന്നുള്ള പരിപാടി ആരംഭിച്ചിട്ടുള്ളത്. 3 വർഷത്തേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ GMUPയിലെ ഐഷ അയ്യൻ. നമ്മളെ സ്കൂളിൽ, പൊറ്റശ്ശേരി സ്കൂളിൽ നിന്ന് സയൻസ് വണ്ടി എന്ന ഇതിൽ വന്ന അധ്യാപകർക്കും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും വളരെ നന്ദിയുണ്ട്. ഞങ്ങൾക്കിതൊരു പുതിയ അറിവാണ്. ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പങ്കെടുക്കാത്തവർക്ക് ഇത് അറിവായി നമ്മൾ എത്തിക്കുന്നതാവും. നമ്മളെ സയൻസിലേക്ക് ഒന്നുകൂടി അറ്റാച്ച് ആവാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാക്കി തന്നതിന് പൊറ്റശ്ശേരി സ്കൂളിലെ അധ്യാപകർക്കും ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അധ്യാപകരായ H. അനീസ്, GK ജിഷ്ണുവർദ്ധൻ, മൈക്കിൾ ജോസഫ്, ജീന ജോസി, ലീഡർമാരായ മുഹമ്മദ് ഷമാസ്, അനിൽഡ മരിയ സണ്ണി, S. അംബരീഷ്, അഞ്ജന OP, സൂര്യനന്ദ KC, ആദ്യ P, അനന്യ P എന്നിവരാണ് ശാസ്ത്രവണ്ടിക്ക് നേതൃത്വം കൊടുത്തത്.